അസ്സലാമലൈക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു പുഡിംഗ് ആണ്. നമ്മുടെ വീടുകളിൽ സാധാരണ കാണുന്ന ചേരുവകൾ വെച്ചിട്ടുണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പുഡിംഗ് ആണ്. അപ്പോൾ വേഗം തന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ ആ മൊരിഞ്ഞിട്ടുള്ള 4 വശം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഈ ബ്രെഡ് നമുക്ക് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കാം. ബ്രെഡ് നമുക്ക് ചെറിയതായിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം കേട്ടോ, പൊടിയാനുള്ള എളുപ്പത്തിന്. അപ്പോൾ ബ്രെഡെല്ലാം നന്നായിട്ട് തന്നെ ഞാനിവിടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള കാരമൽ തയ്യാറാക്കാം. ഈ ഒരു പാനിലേക്ക് നമുക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഉരുകി വരുന്നതിന് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉരുകി ചെറിയൊരു ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്കും നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഒരുപാട് നമ്മളിതങ്ങ് ഡാർക്ക് ആക്കിയിട്ട് എടുത്താൽ ചെറിയൊരു കയ്പ്പ് പോലെ വരും പുഡിങ്ങിന്. അപ്പോൾ ഇതുപോലെ ചെറിയൊരു ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇതുപോലെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണ് പുഡിങ് സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് പെട്ടെന്ന് തന്നെ കാരമൽ ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ കാരമൽ പെട്ടെന്ന് അങ്ങ് സെറ്റായിട്ട് പോവും. ഇതുപോലെ കാരമൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഈ സൈഡിലേക്ക് എല്ലാം ആക്കി കൊടുക്കാം. ഇതുപോലെ നമ്മൾ ഈ കാരമൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഡയറക്റ്റ് ഈ പാത്രത്തിൽ പോയി കൈ കൊണ്ട് തൊടരുത്. കാരമൽ നല്ല ചൂടായിട്ട് കിടക്കുകയാണ്. അത് നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ പാത്രവും പെട്ടെന്ന് അങ്ങ് ചൂടാവും. അതുകൊണ്ട് നിങ്ങളൊരു ടിഷ്യൂ ഒരു തുണിയോ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സൈഡിലെല്ലാം ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ഇതൊരു മിനിറ്റിനുള്ളിൽ തന്നെ ഒന്ന് സെറ്റായി വന്നോളും. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഇതുപോലെ ഒന്ന് ഉരുകി വരുമ്പോഴത്തേക്കും ഞാൻ ഇതിലേക്ക് ഒരു 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇനി പാൽ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. പാട വരാതെ തന്നെ നമ്മളിതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. പാൽ ഇതുപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാരയും നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടണം. പഞ്ചസാരയും ചേർത്ത് നന്നായി ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിത് പഞ്ചസാരയായിട്ട് മിക്സ് ചെയ്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടിയാണ്, അതുകൊണ്ടാണ് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഏലക്ക മാത്രമായിട്ട് പൊടിച്ചതാണെങ്കിൽ ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി നമുക്ക് ഇതിലേക്ക് വേണം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വറുത്ത അരിപ്പൊടിയാണ്. നമുക്ക് വറുക്കാത്ത അരിപ്പൊടി വേണമെങ്കിൽ ഇതിലേക്ക് എടുക്കാവുന്നതാണ്. ഈ അരിപ്പൊടിയിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഒട്ടും തന്നെ കട്ടകളില്ലാതെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ നമ്മളിതൊന്ന് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കട്ടകൾ വരാൻ ചാൻസ് ഉണ്ട്. അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തീ കുറച്ച് വെച്ച് കൊടുത്തിട്ട് തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഒരുപാട് അങ്ങ് കുറുകി പോവും. അപ്പോൾ ചെറിയതായിട്ട് ഇതൊന്ന് കുറുകി വരുന്നതിന് വരെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിവിടെ അത്യാവശ്യം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു കട്ടിക്ക് വേണം കേട്ടോ നമ്മളിതൊന്ന് കുറുക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് കുറുകി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് ഈ ഒരു പുഡിങ്ങിന് ഒരു ചെറിയൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പുഡിങ്ങിന് ഒരു കളർ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മഞ്ഞൾപ്പൊടി ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ഈ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്തൊക്കെ നമ്മൾ തീ നന്നായിട്ട് തന്നെ കുറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഇത് കുറച്ചും കൂടെ അങ്ങ് കുറുകി പോവും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഈ ബ്രെഡാണ്. ബ്രെഡ് പൊടിച്ചത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാതെ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി കുറേശ്ശെ അപ്പോൾ ഇതുപോലെ കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ബ്രെഡും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. കട്ടകളില്ലാതെ തന്നെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി എടുക്കുക. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് തന്നെ ഞാനിതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ ചൂട് നന്നായിട്ടൊന്ന് പോയി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം.
ഇനി ഈ പാത്രത്തിൻ്റെ സൈഡിലെല്ലാം ഞാൻ ഇതുപോലെ കുറച്ച് ബട്ടർ തൂത്ത് കൊടുക്കുകയാണ്. ബട്ടർ അല്ലെങ്കിൽ നെയ്യോ ഓയിലോ തേച്ച് കൊടുത്താലും മതി. അപ്പോൾ ഇതിൻ്റെ ചൂട് നന്നായിട്ട് തന്നെ ഇവിടെ പോയി വന്നിട്ടുണ്ട്. വാനിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു കട്ടിക്ക് വേണം നമ്മുടെ ഒരു ബാറ്റർ ഇരിക്കാൻ വേണ്ടിയിട്ട്. അഥവാ നിങ്ങളിത് കുറുക്കിയെടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ കുറുകിപ്പോയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പാല് ചൂടാക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഈ ഒരു പരുവത്തിൽ നമ്മൾ ആക്കിയിട്ടെടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നമുക്ക് നമ്മൾ നേരത്തെ കാരമൽ ഒഴിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഈ മുകൾ വശം നമുക്ക് കറക്റ്റ് ഒന്ന് ലെവലാക്കി കൊടുക്കാം. അതിനുശേഷം ഞാനിതൊരു അലുമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്. അലുമിനിയം ഫോയിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ എന്തെങ്കിലും ചെറിയ ഹോളുള്ളൊരു മൂടി വെച്ചിട്ട് അടച്ചു കൊടുത്താലും മതി. ആവി വരുമ്പോൾ വെള്ളം അതിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നത്. ഇതിൽ കുറച്ച് ഹോൾസ് നമുക്ക് ഇട്ട് കൊടുക്കാം, ആവിയൊന്ന് അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ആവിയിലൊന്ന് വേവിച്ചിട്ടെടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് ആവി കയറ്റി എടുക്കുന്നത്. അപ്പോൾ നല്ലപോലെ ഇതിനകത്ത് നിന്ന് ആവി വന്നതിന് ശേഷം നമുക്ക് ഈ പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം. 35 മുതൽ ഒരു 40 മിനിറ്റ് വരെയാണ് നമുക്കിത് ആവിയിൽ വെന്ത് വരാൻ എടുക്കുന്ന സമയം. സ്റ്റീമറിൻ്റെ അനുസരിച്ച് സമയത്തിന് ചിലപ്പോൾ മാറ്റം വരും കേട്ടോ. അപ്പോൾ ഇതൊരു 40 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ തൊട്ട് നോക്കുമ്പോൾ ചെറിയതായിട്ട് നമ്മുടെ കയ്യിൽ പറ്റുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. നമ്മളിത് വെളിയിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിൻ്റെ ചൂട് പോയി വരുമ്പോഴത്തേക്ക് ഇത് നല്ലപോലെ ഉറച്ചിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നല്ലപോലെ പോയിട്ട് ഇതൊന്ന് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിന് ഞാനൊരു 2 മണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ്, നന്നായിട്ടൊന്ന് തണുത്തിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. തണുപ്പിക്കാതെ വേണമെങ്കിലും കഴിക്കാമെന്നാണ്, പക്ഷെ തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണ് കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുക. ഒരു 2 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് ഇതൊന്ന് തണുപ്പിച്ചെടുത്താണ്. ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീടുകളിൽ സാധാരണ കാണുന്ന ചേരുവകൾ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പുഡിംഗ് ആണ്. അപ്പോൾ ഈ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ അറിയിക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ റെസിപ്പികളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് നല്ലൊരു വിഭവമായിട്ട് കാണാം.